ചിന്തയാം മണിമന്ദിരത്തിൻ്റെ 5-ാമത്തെ ഭാഗത്തേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് മാർച്ച് 12. ശിവഗിരിയെ സംബന്ധിച്ചിടത്തോളം മാർച്ച് 12-ന് ഒരു സവിശേഷതയുണ്ട്. 2 മഹാത്മാക്കൾ മുഖാമുഖം ശിവഗിരിയിൽ സന്ധിച്ച ഒരു അനശ്വര മുഹൂർത്തമാണത്. സത്യദർശിയായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവനും സത്യാന്വേഷിയായ മഹാത്മാ ഗാന്ധിജി. ഗാന്ധിജി സത്യത്തെ കൺകണ്ട ദൈവമായി ആരാധിച്ചിരുന്ന മഹച്ചരിതനാണ്. ഗുരുദേവൻ സത്യത്തെ അനുഭവിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള മഹച്ചരിതന്മാരുടെ കണ്ടുമുട്ടലുകൾ ചരിത്രം അതിൻ്റെ സുവർണ ലിപികളിൽ രേഖപ്പെടുത്തുകയുണ്ടായി. ഇന്ന് ശിവഗിരി മഠം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ആ ഓർമ്മ പുതുക്കലിൻ്റെ 100 വർഷം തികഞ്ഞതിൻ്റെ ആഘോഷങ്ങൾ വിജ്ഞാന സദസ്സുകളായി ഉണ്ടാകുകയാണ്. ഇത്തരുണത്തിൽ ഗാന്ധിജിയെയും ഗുരുദേവനെയും നമുക്ക് ഒന്ന് പരിചയപ്പെടാൻ ശ്രമിക്കാം. ഗാന്ധിജി ശിവഗിരിയിൽ എത്തിയ നിമിഷം മുതൽ ഗാന്ധിജിയുടെ അന്തരംഗത്തിൽ വളരെ വ്യതിയാനങ്ങൾ ഉണ്ടായതായി ഗാന്ധിയുടെ തന്നെ പിൽക്കാലത്തുണ്ടായ അഭിപ്രായങ്ങളിൽ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. വിവേചനത്തിൻ്റെ ഭാഷയല്ല ഗുരുവിൽ നിന്നുണ്ടായത്, പ്രത്യുത വിവേകത്തിൻ്റെ ഭാഷയാണ്. നാനാത്വത്തിൽ ഏകത്വത്തെ കണ്ട സത്യ അന്വേഷിയായ ഗാന്ധിജിക്ക് ഗുരുദേവനിൽ നിന്നും പരമമായ സത്യത്തിൻ്റെ പരമ്പൊരുളിൻ്റെ അതനുഭവിച്ചറിഞ്ഞതിൻ്റെ അനശ്വരമായ കാന്തിമത്തായ വാക്കുകൾ ശ്രവിക്കാനായി. വിഭിന്ന മതങ്ങളുടെയെല്ലാം അന്തസത്തയായിട്ടിരിക്കുന്നത് ആത്മസുഖം ആണെന്നുള്ള ഗുരുവിൻ്റെ ദർശനം ഗാന്ധിജിക്ക് അംഗീകരിക്കേണ്ടി വന്നു. മാവിലകളെ ചൂണ്ടിക്കാട്ടി പല ജാതിയിലല്ലേ മനുഷ്യരിയ്ക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ആ മാവിലകളുടെ സത്ത് ഒന്നാണെന്ന് പറഞ്ഞുകൊണ്ട് ഗുരുദേവൻ അതിനെ സൗമ്യമായി തിരുത്തി. അപ്പോൾ ഇതിലൂടെ ലോകം ഗുരുവിനെയും ഗാന്ധിയെയും അറിയുകയായിരുന്നു. പിൽക്കാലത്ത് ഗാന്ധിജി തൻ്റെ ദർശനത്തിൽ തന്നെ ഗുരുദേവൻ്റെ ആ ഏകതാ മനോഭാവത്തെ സ്വയംവരിച്ച കഥ നമുക്കെല്ലാവർക്കും അറിവുള്ളതാണല്ലോ. ഇതിനെല്ലാം അപ്പുറം ഗാന്ധിജിയെ സ്വാധീനിച്ച ഒരു മഹച്ചരിതനാണ് ജോൺ റസ്കിൻ. ആംഗലേയ സാഹിത്യത്തിലെ ഏറ്റവും പ്രസിദ്ധനായ ഒരു എഴുത്തുകാരനായിരുന്നു ജോൺ റസ്കിൻ. അദ്ദേഹത്തിൻ്റെ അൺടു ദി ലാസ്റ്റ് എന്നൊരു പുസ്തകം. ടു ദി ലാസ്റ്റ് എന്ന് പറയുമ്പോൾ സമൂഹത്തിൻ്റെ താഴെ കിടക്കുന്നവരെ പോലും പുണരുന്നൊരു മനോഭാവമാണത്. അത് ഗാന്ധിയെ ഏറെ ആകർഷിച്ചു. അൺടു ദി ലാസ്റ്റ്. അതിന് മഹാത്മാഗാന്ധിജി ആ പുസ്തകം സർവോദയം എന്ന പേരിൽ പിൽക്കാലത്ത് ഗുജറാത്തിയിലേക്ക് പരിഭാഷ ചെയ്യുകയുണ്ടായി. അപ്പോൾ ഗാന്ധിജിയെ ഏറെ സ്വാധീനിച്ച ജോൺ റസ്കിൻ്റെ ജീവിതത്തിൽ ഒരു അനശ്വര മുഹൂർത്തം ഇന്നത്തെ ദിവസം ചിന്തയാം മണിമന്ദിരത്തിലെ ഒരു പ്രധാന വിഷയമാക്കാൻ ഞാൻ തീരുമാനിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ ഒരു ഭാഗത്ത് അദ്ദേഹം പറയുന്നുണ്ട്, ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ
വിരുന്നുകാരിയായി ഒരു കൊച്ചു പെൺകുട്ടി എത്തി. അവളുടെ കയ്യിൽ അവൾക്ക് പിറന്നാൾ സമ്മാനമായി കിട്ടിയ ഒരു പട്ടുതൂവാല ഉണ്ടായിരുന്നു. ആ പട്ടുതൂവാല ഇതുമായി ജോൺ റസ്കിൻ്റെ എഴുത്തുമുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ച ആ കുട്ടിയുടെ കൈ തട്ടി അദ്ദേഹത്തിൻ്റെ എഴുത്തുമേശമേലിരുന്ന മഷിക്കുപ്പി താഴെ വീണു. അതിൽ നിന്നും ചെതറിത്തെറിച്ച മഷിത്തുള്ളികൾ അവളുടെ വെളുത്ത മനോഹരമായ പട്ടുതൂവാലയിൽ പറ്റി. എനിക്ക് വളരെ വിഷമമായി. അവളിത് ചുരുട്ടി ദൂരെ എറിഞ്ഞു. അലക്ഷ്യമായി ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് എഴുത്തുകാരൻ തൻ്റെ എഴുത്തുമേശയ്ക്കലിരിക്കുക. അദ്ദേഹം പതുക്കെ അവൾ ചുരുട്ടി എറിഞ്ഞ പട്ടുതൂവാല മെല്ലെ എടുത്ത് നിവർത്തി നോക്കിയപ്പോൾ മഷി. അദ്ദേഹത്തിൻ്റെ കരങ്ങൾ, അതിൻ്റെ വിരലുകൾ ആ പട്ടുതൂവാലിൽ നിമിഷങ്ങൾ കൊണ്ട് ഒരു മനോഹരമായി പൂവിടർത്തി. അവൾ അത്ഭുതം കൂറി. അവൾ വലിച്ചെറിഞ്ഞ പട്ടുതൂവാല അവൾ നിമിഷങ്ങൾക്ക് ശേഷം അത് നെഞ്ചോട് ചേർത്തു. ഇത് വലിയൊരു തിരിച്ചറിവിലേക്കാണ് നമ്മെ നയിക്കുന്നത്. കാരണം അല്പം ഭാവനയും തളരാത്ത മനസ്സുമുണ്ടെങ്കിൽ ലോകത്തിൽ പല കാര്യങ്ങളും സാധിക്കുമെന്നുള്ളതാണ്. വികൃതമായതിനെ പോലും ഹൃദ്യമായി സ്വയം ഭരിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകും. വേണ്ട എന്ന് വെക്കുന്നത് പോലും വേണമെന്ന് പറയുവാൻ പറ്റുന്ന ഒരവസ്ഥ നമ്മുടെ മനസ്സിലുണ്ടാക്കുവാൻ ഈ സംഭവം. പരാജയം വിജയം കൂടി ചവിട്ടുപിടിയാണ്. തോറ്റുപോയി എന്ന് കരുതി പിന്മാറാതെ ഞാൻ ഇനിയും എണീറ്റ് വരും എന്ന് പറയുന്ന ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ചിത്രം ഇതിൽ കാണുവാൻ സാധിക്കും. കൊള്ളുകലെന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞ പട്ടുതൂവാലയിലെ മനോഹരമായ ഒരു പൂവിൻ്റെ ചിത്രമാണ് ഇതിൽ. മഷി കൊണ്ട് തന്നെ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം കലാകാരനും ചിത്രകാരനും കൂടി എഴുത്തുകാരൻ മാത്രമല്ല. അതിൽ നിന്ന് അദ്ദേഹം നമുക്ക് തരുന്നൊരു സന്ദേശം, താഴെ തട്ടുള്ളവരെ ചേർത്ത് പിടിക്കുന്നതോടൊപ്പം തന്നെ തളരുന്ന മനസ്സുകളെ, തോറ്റുപോകുന്ന മനസ്സുകളെ എണീറ്റ് വരുവാൻ പ്രേരിപ്പിക്കുന്ന ഒരു പ്രചോദനം, സൂക്ഷ്മത. ഒന്നും വികൃതമല്ല, അത് അവികൃതമായതിലും സുഹൃതമായതെന്തോ ഉണ്ട്, ഹൃദ്യമായതെന്തോ ഉണ്ട് എന്ന തത്വമാണ്. അത് നമ്മെ കൂടുതൽ ചിന്തിപ്പിക്കുവാൻ പ്രചോദിപ്പിക്കും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. നമുക്ക് അശ്രദ്ധയാണ് പലപ്പോഴും പല വിനകൾക്കും ഹേതുവായി ഭവിക്കുന്നത്. ആ ശ്രദ്ധാന്വിതമായ ഒരു ഭാവത്തിലേക്ക് കടക്കുമ്പോഴാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്? കൂടുതൽ ഉണർവോടുകൂടി നമ്മുടെ ദിവസങ്ങളെ നോക്കിക്കാണുവാൻ നമുക്ക് സാധിക്കുന്നത്. അല്ല, നമ്മൾ സ്വയം പഠിച്ചിട്ട് കാര്യമില്ല. കാരണം നമ്മുടേതായ എന്താ പറയേണ്ടത്, വികല്പങ്ങൾ കൊണ്ട് നമുക്ക് സംഭവിക്കുന്നതാണത്. ആ വികല്പങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? അത് നല്ലൊരു കൽപ്പനയാക്കി മാറ്റിയെടുക്കുക. അപ്പോൾ എങ്ങനെയാണോ ജോൺ റസ്കിൻ ഈ കൊച്ചുകുട്ടിയുടെ പട്ടുതൂവാലയിൽ ഒരു പൂ വിരിയിച്ചത്, ഒരു മഷിത്തുള്ളി നിമിഷങ്ങൾ കൊണ്ട് ചെയ്യിച്ചത്, അതാണ് കൃത്യത, സൂക്ഷ്മത, ചെയ്യുന്ന പ്രവൃത്തിയിലുള്ള ജാഗരൂകത. ഇന്നത്തെ ഗാന്ധി സ്മൃതിയിൽ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ചിത്രമാണിത്. കാരണം സമൂഹത്തിലേക്ക് താഴേക്കിടയിലുള്ളവരെ പോലും ഉയർത്തിയെടുക്കുന്ന ഒരു മനോഭാവം അതെല്ലാ മഹത്തുക്കൾക്കുമുള്ളതാണ്. ഗുരുവിനുണ്ടായിരുന്നു, ഗാന്ധിയിലുണ്ടായിരുന്നു. അതുപോലെ മിക്ക ഈ എഴുത്തുകാരൻ സർഗാത്മകമായ ചര്യകളിൽ ജീവിക്കുന്ന എഴുത്തുകാരിലും അത് ധാരാളമുണ്ട്. അതാണ് നമുക്കിതിൽ നിന്നും, ഈ സംഭവത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒന്നിനെയും നമ്മൾ കൊള്ളുകേല എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി, ആ കൊള്ളുകേലാത്തിൽ നിന്നും കൊള്ളായ്മകൾ, നല്ലത് തിരിച്ചെടുക്കുവാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിച്ച് കഴിയുമ്പോൾ നമുക്കത് കാണുവാൻ സാധിക്കും. ഒന്നും ചെറിയതല്ല, എല്ലാം വലിയവ തന്നെയാണ് എന്നുള്ളതാണ്. ആ വലിപ്പം ആണ് ഗാന്ധിജിയെ പോലും ജോൺ റസ്കിൻ്റെ ആൻഡ് ടു ദി ലാസ്റ്റ് എന്ന് പറയുന്ന പുസ്തകത്തിലേക്ക് അദ്ദേഹത്തെ ആകർഷിച്ചത്. കാരണം അദ്ദേഹം പുസ്തകം എഴുതുക മാത്രമല്ല, ഇത് ആ ജീവിതത്തിൽ പകർത്തുക കൂടി ചെയ്തു എന്നുള്ളതാണ് നമ്മൾ ഈ ദൃഷ്ടാന്തമായി കൊച്ചുകുട്ടിയുടെ പട്ടുതൂവാലയുടെ കഥ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് നമ്മുടെ ജീവിതത്തിലേക്കും നമ്മൾ ഇതുപോലെയുള്ള നിമിഷങ്ങളെ പകർത്തുമ്പോഴാണ് നമുക്ക് മഹാത്മാക്കളുടെ ജീവിത ചരിത്രങ്ങൾ പഠിക്കുമ്പോഴും
അതിൽ നിന്ന് കൂടുതൽ ഉണർവ് നമുക്കുണ്ടാകുന്നത്. അതുപോലെ കൊച്ചു കൊച്ചു നിമിഷങ്ങളുണ്ടല്ലോ, ഈ അനർഘമായ നിമിഷങ്ങളാണത്. അനർഘമായ നിമിഷങ്ങൾ നമുക്ക് വല്ലാത്തൊരു അനുഭൂതി പകർന്നു തരും. അത് പറഞ്ഞറിയിക്കാനാവാത്തൊരു സന്തോഷം, ഉന്മേഷം നമ്മിലേക്ക് പകരും. അതാണ് അതിൻ്റെ ചിത്രം.